3 വ്യത്യസ്ത നിറങ്ങളിലുള്ള സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിന്തേരി മാൻഡിവില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നോർമൽ മാൻഡിവില്ലയും ഇതും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത്. ഇവ ഹൈബ്രിഡ് ടൈപ്പാണ്. ഒരുപാട് പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു വെറൈറ്റി അല്ല. നല്ല ഇടുങ്ങിയ ലീഫുകളായിരിക്കും, തിങ്ങി നിൽക്കുന്ന ലീഫുകളും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ള പൂക്കളുമാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ നോർമലി കാണുന്ന മാൻഡിവില്ല പ്ലാന്റ്സുകൾ അത്യാവശ്യം പടർന്ന് കയറി പോകുന്നതാണ്. സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഹാങ്ങിങ് പോട്ടിൽ വേണമെങ്കിലും നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് മാൻഡിവില്ല പ്ലാന്റ്സ് നമുക്ക് പോട്ടിൽ മാത്രമല്ല നിലത്തും വളർത്താം. നിങ്ങൾക്ക് ഒരു സ്റ്റിക്കോ സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്സുകൾ. ഇതിൻ്റെ 2 സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പൂക്കളും മൊട്ടൊക്കെ ആയി നിൽക്കുന്ന ഈ സൈസിലുള്ള പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ചെറിയ ട്രേ പ്ലാന്റും അവൈലബിൾ ആണ്. മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണ് നന്നായിട്ട് പിടിക്കുന്നതും നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്നതും. അല്പം തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഇവയ്ക്ക് ഫ്ലവറും കുറവായിരിക്കും. മാത്രമല്ല നല്ല മഴക്കാലത്തൊക്കെ ഡാമേജ് ആവാനും സാധ്യത കൂടുതലാണ്. നമ്മൾ നല്ല കെയറിങ് കൊടുത്തെങ്കിൽ മാത്രമാണ് തണുപ്പുള്ള കാലാവസ്ഥയിൽ മാൻഡിവില്ല പ്ലാന്റ്സുകൾ നന്നായി പൂക്കളായി കിട്ടുകയും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഹെൽത്തി ആയി കിട്ടുകയും ചെയ്യുകയുള്ളൂ. എന്നാൽ ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ചെറിയൊരു കെയറിംഗ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ്സ് നല്ല ബുഷിയായി നിന്നുകൊണ്ട് എല്ലാ സമയത്തും, അടഞ്ഞ മഴക്കാലത്തൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും നന്നായിട്ട് പൂക്കളുണ്ടാവാറുണ്ട്. ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്നതിന് അത്യാവശ്യം ഹെൽത്തി ആയി തുടങ്ങിയ പ്ലാന്റ്സിന് മാസത്തിൽ ഒരു തവണ NPK ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തവണ കാൽഷ്യം നൈട്രേറ്റ്. അപ്പോൾ 15 ദിവസത്തെ ഇടവേളയിലായിട്ട് ഇവ രണ്ടും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവയ്ക്ക് പോട്ടി മിക്സ് ആയിട്ട് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി ഇവയുടെ ഒരു മിശ്രിതമാണ് ഏറ്റവും നല്ലത്. അതുപോലെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റിൽ തന്നെ എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്കൊന്നും ചേർക്കേണ്ടതില്ല. അതൊക്കെ പ്ലാന്റ്സ് അല്പം ഹെൽത്തി ആയതിനു ശേഷം മാത്രം ചേർത്താൽ മതി. വലിയ പ്ലാന്റ്സിൻ്റെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 2 പ്ലാന്റ്സിനും കൂടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് 750 രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയായാലും DTDC കൊറിയർ വഴി അയച്ചു തരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടാണ് ഈ പ്ലാന്റ്സ് അയക്കുന്നത്. കോഡ് അവൈലബിൾ അല്ല കേട്ടോ. അത് എടുത്ത് പറഞ്ഞത് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കൊണ്ടാണ്. മിക്കവാറും എല്ലാ പ്ലാന്റ്സും തന്നെ പൂക്കളും മൊട്ടും ആയതാണ്. ചില പ്ലാന്റ്സ് മാത്രമാണ് പൂക്കൾ വിരിയാത്തത്. എന്നാലും ചെറിയ മൊട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി ചെറിയ ട്രേ പ്ലാന്റ്സുകളും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ 3 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്: വൈറ്റ്, പിങ്ക്, റെഡ്. ചെറിയ പ്ലാന്റ്സുകളും സിന്തേരി മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ തന്നെയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ്. ഇവയുടെ 3 പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് 370 രൂപയാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ളൊരു പ്രൈസാണ്. നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും നൽകേണ്ടതില്ല. 3 പ്ലാന്റിനും കൂടെ DTDC കൊറിയർ വഴി അയച്ചു തരുന്നൊരു പ്രൈസാണ് 370 രൂപ. ചകിരിച്ചോറിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതുപോലെ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് പേപ്പറിൽ റോൾ ചെയ്ത് പൊതിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ എത്തിക്കുന്നതാണ്. അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫോട്ടോയെങ്കിലും അൺബോക്സ് ചെയ്യുന്ന സമയത്തിട്ടോ എടുത്ത് വെച്ച ശേഷമല്ല, അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരികയോ അല്ലാത്ത പക്ഷം വീണ്ടും എന്തെങ്കിലും പ്ലാന്റ് എടുക്കുന്ന കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതാണ്. പ്ലാന്റ് തീരെ റിക്കവറായി വരാത്ത രീതിയിലുള്ള ഡാമേജ് ആണെങ്കിലാണ് കേട്ടോ. ലീഫിന് ചെറിയ ഡാമേജോ അതുപോലെ ചെറിയൊരു കമ്പൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റീഫണ്ട് ഒന്നും ചോദിച്ചേക്കരുത്. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.